കോതമംഗലം കീരംപാറയിൽ കാട്ടാന ശല്യം രൂക്ഷമായതിൽ വനംവകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പ്രദേശത്ത് ഇന്നലെയും കാട്ടാന കൃഷി നശിപ്പിച്ചു. വനംവകുപ്പ് ഇടപെടുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആരോപണം. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. വിഷ്ണു, ഈ വനംവകുപ്പിനെതിരെ ഈ കോതമംഗലത്ത് കീരംപാറയിൽ കാട്ടാന ശല്യം സംബന്ധിച്ച് നാട്ടുകാർക്കുള്ള ആക്ഷേപം എന്താണ്? ഗോപികൃഷ്ണൻ, ഈ കീരാമ്പാറ പഞ്ചായത്ത് 2ാം വാർഡ് വലിയ ജനവാസ മേഖലയാണ്. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ഇവിടേക്കാണ് ഇന്നലെ കാട്ടാന എത്തിയത്. ഒരു വീട്ടിൽ കാട്ടാന കയറുകയും അവിടെ ഉണ്ടായിരുന്ന കൃഷി ഉൾപ്പെടെ നശിപ്പിക്കുകയും ചെയ്തു. നിരവധി തവണ ഇതിനു മുൻപ് ഈ പഞ്ചായത്തിലെ പ്രദേശവാസികൾ എല്ലാവരും ആ വനംവകുപ്പിനോട് പറഞ്ഞതാണ് രാത്രി നിരീക്ഷണം വേണം, ഫെൻസിംഗ് ഉൾപ്പെടെ കൃത്യമായി തീർക്കണമെന്ന്. പക്ഷേ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള അനുകൂല നടപടിയും ഉണ്ടായില്ല. നേരത്തെയും കീരമ്പാറ പഞ്ചായത്തിൽ ഇത്തരത്തിൽ കാട്ടാനകൾ ഇറങ്ങിയിട്ടുണ്ട്, നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതുമാണ്. പക്ഷെ വനംവകുപ്പ് ഈ വിഷയത്തിൽ ഒരു നിസ്സംഗത പുലർത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് നിലവിൽ പ്രദേശവാസികൾ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഏതെങ്കിലും ഒരാളുടെ ജീവൻ പൊലിഞ്ഞ ശേഷം മാത്രമേ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും നടപടി ഉണ്ടാകൂ എന്നൊരു ആക്ഷേപമാണ് നിലവിൽ ഈ പ്രദേശവാസികൾ ഉയർത്തുന്നത്. എത്രയും പെട്ടെന്ന് ഫെൻസിംഗ് പൂർണ്ണമായും തീർക്കണം, അതോടൊപ്പം തന്നെ ജനവാസ മേഖലയിലേക്ക് ആനകൾ ഇറങ്ങുന്നതിനെ പൂർണ്ണമായും തടയാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഗോപികൃഷ്ണൻ, ശരി, ഇതിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്, അതുകൂടി കേൾക്കാം. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ആനശല്യം അതിരൂക്ഷമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇപ്പൊ ആനകൾ വന്ന് നമുക്കറിയാം ജനവാസ മേഖല, ഇപ്പൊ 2ാം വാർഡ്, ഈ 2ാം വാർഡിൽ അതായത് നിരവധി ആളുകൾ വസിക്കുന്ന മേഖലയിലേക്ക് ആന കടന്നിരിക്കുക. പക്ഷെ ഞങ്ങൾ ഇത് പലവട്ടം പറഞ്ഞ് ഞങ്ങൾ മടുത്തു ഇത്. കാരണം ഇതിനകത്ത് വനം വകുപ്പ് യാതൊരുവിധ നടപടി എടുക്കുന്നില്ല. ഇവിടെ അതിന് ഉചിതമായിട്ടുള്ള രാത്രി ആന വാച്ചേഴ്സിനെ അടക്കമുള്ള ആളുകളെ നിയമിക്കുവാൻ ഇവർ തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ നമുക്കറിയാം കാടുവെട്ട്, നമ്മൾ വിസ്തവെട്ടിലും കാടുവെട്ടിലും ലൈറ്റ് ഇടലും ഒക്കെ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമായിട്ട് മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പഞ്ചായത്തിന് ഞങ്ങൾക്ക് പരിമിതമായിട്ടുള്ള പണ്ടുള്ള പഞ്ചായത്തിന് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഞങ്ങൾ പറയുന്നത് ഇതിന് ഒരു ശാശ്വത പരിഹാരം നമ്മൾ വനംവകുപ്പ് അടിയന്തരമായിട്ട് കണ്ടെത്തണം. കീരംപാറയിലാണ് കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത്. വനംവകുപ്പ് ഇക്കാര്യത്തിൽ ഇടപെടണം എന്ന ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത്. വിഷ്ണു സുരേഷ് ആയിരുന്നു വിവരങ്ങൾ നൽകിയത്.